എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ന്യൂ ഇയറിൽ നമുക്കൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കാം. ഈ കേക്ക് ഞാൻ ഉരുളിക്കകത്താണ് ഉണ്ടാക്കിയത്. അലൂമിനിയം ഉരുളിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് ചൂടാക്കി അതിനകത്താണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിനായി ആദ്യം ഒരു പാത്രത്തിൽ 4 ബട്ടർ പീസ് എടുത്ത് അത് മെൽറ്റായിട്ടില്ലെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് അതിനൊന്ന് മെൽറ്റാക്കിയിട്ട് അങ്ങോട്ടിട്ട് അടിച്ചാൽ മതിയേ. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. 4 ബട്ടർ പീസ് എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 മുട്ട കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലേക്കിടുക, അതൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ മുട്ടയിട്ട് അതൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തത് ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് മിൽക്കും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബേക്കിംഗ് സോഡ എപ്പോഴും കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ഇത് കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലും ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. ഇനി 1 കപ്പ് മൈദ എടുത്ത് അരിച്ച് 2 പ്രാവശ്യമായിട്ട് ബാറ്ററിലേക്ക് ഇടുക. ആദ്യം ഒന്നിട്ട് അരിച്ചെടുത്തിട്ടിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത്തതിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കൊരു ക്രീമി ബാറ്ററാണ് കിട്ടിയേക്കുന്നത്. ഈ ക്രീമി ബാറ്ററിനെ നമുക്ക് 2 പാത്രങ്ങളിലാക്കി മാറ്റാം. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും 2 ടീസ്പൂൺ മിൽക്കും ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഈ കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. അത് കലക്കുമ്പോൾ ഒരു കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമി പാത്രത്തിൽ വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് ഈ കൊക്കോ പൗഡർ കലക്കിയത് കൊണ്ട് ഒഴിച്ചിട്ട് അതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലതായിട്ട് സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് ഓയിലൊന്ന് തടകി അതിലേക്ക് ആദ്യം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് ബാറ്റർ എടുത്തങ്ങ് ഇടുക. അതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ക്രീമി ബാറ്റർ എടുത്തിടുക. അത് അങ്ങോട്ട് ഓരോ ലെയറായിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു നീഡിലെടുത്തിട്ട് ഞാനൊരു എസ് പോലെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ലെയറായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു അലൂമിനിയം ഉരുളി എടുത്ത് അതിൽ കുറച്ച് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് അതൊന്ന് ചൂടാക്കി വയ്ക്കാം. സിമ്മിലിട്ടാൽ മതി. ചെറു തീയിലിട്ടിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ട്രേയോടുകൂടി അങ്ങോട്ട് എടുത്ത് വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഉരുളിയുടെ അടപ്പിട്ട് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു നീഡിലെടുത്തിട്ട് ഒന്ന് നോക്കാം. ഒന്ന് കുത്തി നോക്കുമ്പോൾ ആ നീഡിൽ എന്തെങ്കിലും പറ്റിയിരിപ്പുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ്. അതിപ്പോൾ കുറച്ച് നേരം കൂടെ വേവിച്ചിട്ട് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള മാർബിൾ കേക്ക് കിട്ടും, ഉറപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ, അഭിപ്രായം അറിയിപ്പിക്കണേ. താങ്ക് യു.